മറ്റുള്ളവരുടെ ഭീഷണിക്ക് മുന്നിൽ സ്വന്തം സത്യത്തെ ബലി കഴിപ്പിക്കാനായിരുന്നുവെങ്കിൽ ഞാൻ ഈ പ്രൊഫഷൻ തിരഞ്ഞെടുക്കില്ലായിരുന്നു. അലക്സാണ്ടർ പേട്ട എന്നല്ല, സാക്ഷാൽ ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാലും ഞാൻ പ്രൊഫസർ കൊടുത്ത വാക്ക് വാക്കാ. അപ്പോ എന്റെ വാക്കിന് ഒരു വിലയില്ലേ? ഇവിടെ ഒരു തർക്കത്തിന്റെ ആവശ്യമില്ല. ഭർത്താവിന്റെ മനസ്സെന്താന്ന് പറഞ്ഞ് പ്രവർത്തിക്കുകയാണ് ഒരു നല്ല ഭാര്യ ചെയ്യേണ്ടത്. അല്ലാതെ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഭർത്താവിനെ കൂടുതൽ കൺഫ്യൂസ് ചെയ്യിക്കല്ല വേണ്ടത്. അലക്സാണ്ടർ പേട്ട ആരാ? കയ്യിൽ കുറെ പുത്തൻ നോട്ടുകളുള്ള ഒരു മധ്യരാജാവ്. നേരും നെറിയും എന്തെന്ന് അറിഞ്ഞൂടാത്തോണ്ട് സമൂഹത്തിന് ബാധ്യതയായ നാലാംകിട ക്രിമിനൽ. അയാൾക്ക് മുന്നിൽ ഞാൻ എന്റെ തൊഴിൽ അടിയറോ വെക്കില്ല. എന്ന് വെച്ചാ എനിക്കും എന്റെ കുഞ്ഞിന് എന്ത് സംഭവിച്ചാലും ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നു അല്ലേ? അതെ, താനും നമ്മുടെ കുഞ്ഞും എന്റെ ഏറ്റവും വലിയ സ്വത്താ. അതുപോലെ എനിക്ക് പ്രധാനമാണ് മക്കളെ രക്ഷിക്കാനായി നിറകണ്ണുകളോട് നിൽക്കുന്ന ഒരു അച്ഛന്റെ യാചനയും. ഇവിടെ ആ അച്ഛൻ എനിക്ക് വെറുമൊരു കക്ഷി മാത്രമല്ല, എന്റെ ഗുരു കൂടിയാ. അദ്ദേഹത്തിന് ഞാൻ വാക്കുകൊടുത്തുപോയി, നിരപരാധികളായ മക്കളെ നിയമത്തിന്റെ മുന്നിൽ നിന്ന് കുറ്റവിമുക്തരാക്കാമെന്ന്. അതിന്റെ പേരിൽ അലക്സാണ്ടർ നമ്മൾ ശിക്ഷിക്കുന്നെങ്കിൽ ശിക്ഷിക്കട്ടെ. ആ ശിക്ഷയെ ഭയന്ന് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടിയ പിന്നെ നമ്മൾ ശിക്ഷിക്കുന്നത് ഈശ്വരൻ തന്നെയാവും. താനൊന്ന് ആലോചിച്ച് നോക്കിയേ, തങ്ങളുടെ അഡ്വക്കേറ്റിനെ പ്രതീക്ഷിച്ച് കോടതിക്കുള്ളിലിരിക്കുന്ന ഒരു പാവം പിതാവ്. വാദം നടക്കുമ്പോൾ അഡ്വക്കേറ്റ് വരാതിരിക്കുക, കേസ് തോറ്റ് മക്കളെ വിലങ്ങണിയിച്ച് ജയിലിലേക്ക് കൊണ്ടുപോവുക. അറിയാതെയെങ്കിലും ആ അച്ഛനും മക്കളും തങ്ങളെ വഞ്ചിച്ച അഡ്വക്കേറ്റിനെ ശപിക്കില്ലേ? ആ ശാപമുണ്ടല്ലോ, അത് അലക്സാണ്ടറുടെ പ്രതികാരത്തേക്കാൾ ഭയാനകമായിരിക്കും. ഒരു നല്ല കാര്യം ചെയ്തിട്ട് ജീവിതം തകരുന്നെങ്കിൽ തകരട്ടടോ. ചോദിച്ചാലും വ്യക്തമായ മറുപടി കൊടുക്കണം. CC 10/2004 ഒന്നാം പ്രതികൾ കല്യാണി ദേവയാനി. You may start cross-examine the witnesses.
യെസ് യുവർ ഓണർ. ഈ കേസിൽ ചില പ്രധാന സാക്ഷികളെ വിസ്തരിച്ചാൽ കൊള്ളാവുന്നുണ്ട്. പ്രൊസീഡ്. സാക്ഷി ശിവകുമാർ. 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 ശിവകുമാർ അല്ലേ? അതെ. സെക്കൻഡ് ഇയർ PG വിദ്യാർത്ഥി. അതെ. സാഹിത്യത്തിൽ താല്പര്യമുള്ള ശിവൻ ആദ്യമായി ഒരു നോവൽ എഴുതി. നോവൽ വായിച്ച ദേവയാനി തനിക്കൊരു ഓഫർ തന്നു. നോവൽ വലിയൊരു പബ്ലിഷിംഗ് കമ്പനിയെ കൊണ്ട് പബ്ലിഷ് ചെയ്യിക്കാമെന്ന്. ദേവയാനി പറഞ്ഞതനുസരിച്ച് താൻ ദേവയാനിക്കും കല്യാണിക്കുമൊപ്പം പബ്ലിഷിംഗ് കമ്പനിയുടെ MD കാണാൻ കഴിഞ്ഞ ബുധനാഴ്ച ശിവപുരം ബംഗ്ലാവിലേക്ക് പോയി. ശരിയല്ലേ? അതെ. എങ്കിൽ ഞാൻ പറയുന്നു സംഭവിച്ചത് മറിച്ചാണെന്ന്. ദേവയാനി എഴുതിയ നോവലുമായിട്ടല്ലേ നിങ്ങൾ അവരെയും കൂട്ടി ശിവപുരം ബംഗ്ലാവിലേക്ക് പോയത്? അല്ല, ഇവരാണ് എന്നെ പ്രലോഭിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോയത്. ഓക്കെ. താൻ എഴുതിയ നോവലിന്റെ പേരെന്താ? അത് എന്താ നോവലിന്റെ പേരില്ലേ? പേര് താൻ എഴുതിയ നോവലിന്റെ പേര് പറയാൻ എന്താ ഇത്ര താമസം? അതോ സ്വന്തം നോവലിന്റെ പേര് സൃഷ്ടാവ് തന്നെ മറന്നുപോയോ? അത് പേര് ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല. പേര് ഫിക്സ് ചെയ്യാത്ത നോവലാണോ പബ്ലിഷിംഗ് കമ്പനിയെ കൊണ്ട് പബ്ലിഷ് ചെയ്യിക്കുന്നത്? അത് തൽക്കാലത്തേക്ക് ഒരു പേരിട്ടിട്ടുണ്ട് സർ. തൽക്കാലത്തേക്ക് ഇട്ടാലും സ്ഥിരമായിട്ടിട്ടാലും താൻ നോവലിട്ട പേരാണ് എനിക്കറിയേണ്ടത്. കനലാട്ടം. കല്ലാണ് സർ. കനലാട്ടം എന്റെ നോവലാ. ഞാൻ ശിവന് വായിക്കാൻ കൊടുത്ത നോവൽ. ശരിയാണോ? അല്ല സർ. അതെ സർ. ഞാൻ രാവും പകലും കഷ്ടപ്പെട്ട് എഴുതി ഉണ്ടാക്കിയ നോവലാ എന്റെ കനലാട്ടം. ഐ ഒബ്ജക്ട് യുവർ ഓണർ. പ്രതികൾ കോടതിയെ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ശിവൻ എഴുതിയ നോവലാണ് കനലാട്ടം. അത് തെളിയിക്കാൻ വാദിഭാഗം വക്കീലിന്റെ കയ്യിൽ ക്ലിയർ എവിഡൻസ് ഉണ്ടോ? ഉണ്ട് സർ. പ്രൊസീഡ്. കനലാട്ടം ദേവയാനി എഴുതിയ നോവലാണെന്ന് പറയുന്നു. പറയുകയല്ല സർ, അതാണ് സത്യം. എങ്കിൽ ആ നോവലിന്റെ കൈയെഴുത്ത് പ്രതി തന്റെ കയ്യിൽ ഉണ്ടാവുമല്ലോ. അത് കോടതിയിൽ ഹാജരാക്കാവോ? നോവലിന്റെ പ്രതി കോടതിയിൽ ഹാജരാക്കാമെന്നാണ് ചോദ്യം. അത് എന്റെ കയ്യിലില്ല സർ. ഓക്കെ. നോവലിന്റെ കോപ്പിയെങ്കിലും കൈവശം ഉണ്ടാവുമല്ലോ. ഉണ്ടെന്നോ ഇല്ലെന്നോ? ഇല്ല. കൈയെഴുത്ത് പ്രതിയുമില്ല, കോപ്പിയുമില്ല. പബ്ലിഷ് ചെയ്യാൻ പോകുന്ന ഒരു നോവലിന്റെ കോപ്പി പോലും എടുക്കാതെ നോവൽ മറ്റൊരാൾക്ക് കൈമാറുക, അതൊരു അപൂർവ സംഭവമാണ്. പോട്ടെ, താൻ ഈ നോവൽ എഴുതിയതിന് ആരെങ്കിലും സാക്ഷികളുണ്ടോ? ഞാൻ സാക്ഷിയാണ് സർ. ഒരുപാട് കഷ്ടപ്പെട്ട ദേവ നോവൽ എഴുതി തീർത്തത്. അനിയത്തിക്കായി ചേച്ചി സാക്ഷി പറയുക. അതിന്റെ പിന്നിലെ വികാരം കോടതിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സ്വന്തം ചേച്ചി അല്ലാതെ സാക്ഷിയായി മറ്റാരെങ്കിലും? ഇങ്ങനെ ഒരു നോവൽ എഴുതിയെന്ന് തന്റെ അച്ഛൻ അറിയാമായിരുന്നു? സ്വന്തം പിതാവ് അറിഞ്ഞുകൊണ്ടാണോ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന്? ഇല്ല സർ, അച്ഛനൊന്നും അറിയില്ലായിരുന്നു. യുവർ ഓണർ, മകൾ ഒരു നോവൽ എഴുതുക, അത് സ്വന്തം അച്ഛൻ അറിയാതിരിക്കുക. അച്ഛൻ അറിയാതെ നോവലുമായി അന്യപുരുഷനോടൊപ്പം ശിവപുരം ബംഗ്ലാവിലേക്ക് പോവുക. സാമാന്യ ബുദ്ധിക്ക് ചിന്തിച്ചാൽ ഇതിന്റെ പിന്നിൽ എന്തോ ദുരുദ്ദേശമുണ്ടെന്ന് വ്യക്തമാണ്. സത്യത്തിൽ മാന്യനിൽ മാന്യനായ മിസ്റ്റർ ശിവൻ എഴുതിയ നോവലാണ് കനലാട്ടം. അതിന്റെ കൈയെഴുത്ത് പ്രതിയും കോപ്പിയും കോടതി മുമ്പാകെ ഹാജരാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. അപ്പൊ കനലാട്ടം ശിവന്റെ നോവലാണ്. ദേവയാനി ശിവനെ മനഃപൂർവ്വം ശിവപുരം ബംഗ്ലാവിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതാണ്. അതെ സർ. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. ശരി, ശിവന് പോകാം. യുവർ ഓണർ, എന്റെ കക്ഷിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ മറ്റൊരു സാക്ഷിയെ വിസ്തരിച്ചാൽ കൊള്ളാവുന്നുണ്ട്. പ്രൊസീഡ്. സാക്ഷി നാരായണൻ. നാരായണൻ. നാരായണൻ.
നാരായണൻ എന്താ ജോലി? ഇപ്പൊ ജോലിയൊന്നുമില്ല സാർ. മുമ്പുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ശിവപുരം ബംഗ്ലാവിൽ സെക്യൂരിറ്റി ആയിട്ട്. എത്ര വർഷം ഉണ്ടായിരുന്നു? ഒരു 10 വർഷം. ശിവപുരം ബംഗ്ലാവിൽ റെയ്ഡ് നടന്ന ദിവസം നാരായണൻ അവിടെ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു സാർ. അവിടെ എന്താ സംഭവിച്ചത്? അന്നേ ദിവസം ശിവൻ എന്നൊരു ചെറുപ്പക്കാരൻ വരുമെന്നും അയാൾക്കൊപ്പം 2 പെൺകുട്ടികൾ ഉണ്ടാകുമെന്നും അവരെ അകത്തേക്ക് കയറ്റി വിടണമെന്നും മങ്കമ്മ പറഞ്ഞിരുന്നു. പ്രതിക്കൂട്ടി നിൽക്കുന്ന പെൺകുട്ടികളാണോ അന്ന് ശിവനോടൊപ്പം വന്നത്? അതെ സാർ. ഇതിനു മുമ്പ് ഇവര് ശിവപുരം ബംഗ്ലാവിൽ വന്നിട്ടുണ്ടോ? ഇല്ല സാർ. ഒന്നുകൂടെ ഓർത്തു നോക്ക്. ഈ കുട്ടികളെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന്? ഇല്ല സാർ. അന്നേ ദിവസം തന്നെ ഈ കുട്ടികൾ പേടിച്ചാ വന്നത്. ശിവൻ എന്ന ചെറുപ്പക്കാരൻ ധൈര്യം കൊടുത്ത ഇതുങ്ങളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ആ സംഭവത്തിന് ശേഷമാണോ നാരായണന്റെ ജോലി പോയത്? അതെ. കാരണം ഈ കൊച്ചുങ്ങള് എൻ്റെ മകൾ പഠിക്കുന്ന കോളേജിലാണെന്ന് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. ഇവരെ ചതിച്ചാണെന്ന് എനിക്കറിയാമായിരുന്നു സാർ. അതിൻ്റെ പേരിൽ ഞാൻ മങ്കമ്മയെ ഒന്ന് ചോദ്യം ചെയ്തു. പിന്നെ ജോലി പോകാൻ വേറെ കാരണം വല്ലതും വേണോ സാർ? നിങ്ങൾക്ക് പോകാം. യുവർ ഓണർ, നാരായണന്റെ മൊഴിയിൽ നിന്ന് വ്യക്തമാകുന്നത് സമ്മർദ്ദം ചെലുത്തി എന്റെ കക്ഷികളെ ശിവൻ എന്ന ചെറുപ്പക്കാരൻ മങ്കമ്മയുടെ താവളത്തിൽ എത്തിച്ചു എന്നതാണ്. ഈ കേസിന്റെ കൂടുതൽ തെളിവിനായി മാത്യൂസ് ചെറിയാനെ വിസ്തരിച്ചാൽ കൊള്ളാം. സാക്ഷി മാത്യൂസ് ചെറിയാൻ. മാത്യൂസ് ചെറിയാൻ. മാത്യൂസ് ചെറിയാൻ. മാത്യൂസിന് എത്ര വയസ്സുണ്ട്? 28. പ്രതിക്കൂട്ടി നിൽക്കുന്ന കല്യാണിയുമായിട്ടല്ലേ മിസ്റ്റർ മാത്യൂസിന് അടുപ്പുണ്ടെന്ന് പറഞ്ഞത്? അതെ. ക്യാമ്പസ് വെച്ച് തുടങ്ങിയതാണോ നിങ്ങളുടെ പ്രണയം? അതെ. ഒന്ന് വിശദാക്കാമോ? ഞാനെന്ന് BA ഫൈനൽ ഇയർ വിദ്യാർത്ഥിയും ചെറിയൊരു വിദ്യാർത്ഥി നേതാവും ഒക്കെയാണ്. കല്യാണി നവാഗത സ്റ്റുഡൻറ്റും. സാധാരണ നവാഗതർ കോളേജിലെത്തുമ്പോൾ അവർക്ക് ചില ട്രീറ്റുകളൊക്കെ സീനിയേഴ്സ് നൽകാറുണ്ടല്ലോ. ചെറിയ തോതിലുള്ള റാഗിംഗ് അല്ലേ? അതെ സർ. വിദ്യാർത്ഥി നേതാവായ ഞാനും കുറേ കുട്ടികളുമായി കല്യാണിയുടെ ക്ലാസ് റൂമിലേക്ക് ചെന്നു. ഞങ്ങളെ കണ്ട് ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികളും പുറത്തിറങ്ങി, കല്യാണി ഒഴിച്ച്. ഞങ്ങൾ കല്യാണിയുടെ നേരെ ചെന്നപ്പോൾ ഈ കുട്ടി വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. അതെനിക്ക് വല്ലാത്ത വേദനയുണ്ടാക്കി, ഒരുതരം സിമ്പതി. ഞാൻ കല്യാണി ആശ്വസിപ്പിച്ചു. പിന്നെ ഞങ്ങൾ ക്യാമ്പസിൽ വെച്ച് പലപ്പോഴും കണ്ടുമുട്ടി. ആ കണ്ടുമുട്ടൽ പ്രേമമായി വളർന്നു. ചുരുക്കി പറഞ്ഞ കല്യാണി കോളേജിൽ ജോയിൻ ചെയ്ത ദിവസം തന്നെ നിങ്ങൾ തമ്മിൽ പ്രണയം തുടങ്ങി അല്ലേ? അതെ സർ. ആട്ടെ, മാത്യൂസ് ക്യാമ്പസിന് പുറത്തു കടന്ന വർഷം ഓർമ്മയുണ്ടോ? വർഷം ഓർമ്മയില്ല അല്ലേ? ഇല്ല. ഓക്കെ. കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വയസ്സ് ഓർമ്മയുണ്ടോ? ഒരു 20. അന്ന് 20, ഇന്ന് 28. അപ്പോ 96-ൽ മാത്യൂസ് കോളേജിനോട് വിട പറഞ്ഞു. അതെ സർ, 96 തന്നെയാണ്. ഓക്കെ. മാത്യൂസ് പറഞ്ഞതൊക്കെ കേട്ടല്ലോ. കേട്ടു. ഇതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? ഞാൻ അറിയാത്ത കാര്യങ്ങളാ ഇയാള് പറഞ്ഞതൊക്കെ. ക്യാമ്പസിൽ വെച്ച് ഇങ്ങനൊരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഒരിക്കലും കണ്ടിട്ടില്ല? ക്യാൻറ്റീനിൽ ചായ കുടിക്കാൻ പോകുമ്പോ വില്യം എന്ന സ്റ്റുഡന്റിനോടൊപ്പം 1-2 പ്രാവശ്യം. അപ്പോ കല്യാണി കോളേജിൽ ജോയിൻ ചെയ്ത ദിവസം തന്നെ നിങ്ങൾ തമ്മിൽ പ്രണയമായി എന്ന് മാത്യൂസ് പറഞ്ഞതോ? അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല സർ. അവിടെ ഉണ്ടായെന്നും ഇവിടെ ഉണ്ടായിട്ടില്ലെന്നും. ആകെ തലവേദനയാണല്ലോ. അതെ, കല്യാണി SSLC കഴിഞ്ഞ് കോളേജിൽ ജോയിൻ ചെയ്ത് എന്നാന്ന് ഓർമ്മയുണ്ടോ? ഉണ്ട് സർ. 1998 ജൂൺ 10. യുവർ ഓണർ, എന്റെ കക്ഷി കല്യാണി കോളേജിൽ ജോയിൻ ചെയ്തത് 1998-ൽ. സാക്ഷി പറയാനെത്തിയ മാത്യൂസ് കോളേജിൽ നിന്ന് വിട പറഞ്ഞത് 1996-ൽ. അതായത് കല്യാണി ക്യാമ്പസിൽ എത്തുമ്പോൾ മാത്യൂസ് ക്യാമ്പസിൽ നിന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ എങ്ങനെയാണ് യുവർ ഓണർ നവാഗതയായ എന്റെ കക്ഷിയെ മാത്യൂസ് പ്രണയിക്കുന്നത്?
താൻ സെന്റ് മൈക്കിൾസ് കോളേജിലെ BA വിദ്യാർത്ഥിയായിരുന്നില്ലേ? അതെ. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തോ? ഇല്ല സർ. കാരണം ഫൈനൽ ഇയർ ആയപ്പോൾ പഠിത്തം വേണ്ടെന്ന് വെച്ചു. അതോ കോളേജിൽ നിന്ന് തന്നെ പുറത്താക്കിയോ? പുറത്താക്കി, അതല്ലേ സത്യം? വെറുതെ അങ്ങ് പുറത്താക്കില്ലല്ലോ. അപ്പോ അതിന് പിന്നിൽ എന്തോ കാരണമുണ്ട്. എന്താ മാത്യൂസേ കാരണം? യുവർ ഓണർ, ക്യാമ്പസിൽ യഥേഷ്ടം മയക്കുമരുന്ന് വിതരണം ചെയ്ത് വിദ്യാർത്ഥികളെ ബോധാവസ്ഥയിൽ നിന്നും അബോധാവസ്ഥയിലേക്ക് മാറ്റുന്ന സാമൂഹിക വിരുദ്ധനായിരുന്നു ഇയാൾ. അതിന്റെ പേരിൽ കോളേജ് മാനേജ്മെന്റ് ഇയാളെ പുറത്താക്കി. 6 മാസം ജയിൽ ശിക്ഷയും കിട്ടി. അതിന്റെ ഡീറ്റെയിൽസ് എക്സിബിറ്റ് നമ്പർ 56 ഞാൻ കോടതിക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. തനിക്ക് പോകാം. യുവർ ഓണർ, എന്റെ കക്ഷികളെ പ്രതികളാക്കാനായി മനഃപൂർവ്വം കെണിയൊരുക്കിയ മങ്കമ്മയെ എനിക്ക് വിസ്തരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. 3-ാം പ്രതി മങ്കമ്മ. മങ്കമ്മയ്ക്ക് ടെൻഷൻ ഉണ്ടോ? ഹേയ് ഇല്ല. പ്രതിക്കൂട്ടി നിൽക്കുന്ന കല്യാണിയും ദേവയാനിയും പല തവണ മങ്കമ്മയെ സന്ദർശിച്ചിട്ടുണ്ട് അല്ലേ? ഉണ്ട് സർ. നടന്ന സംഭവത്തിന് മുമ്പ് ഈ കുട്ടികൾ ശിവപുരം ബംഗ്ലാവിൽ വന്നിട്ടേ ഇല്ലെന്നാണല്ലോ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് നാരായണൻ പറഞ്ഞത്. അതിന് കാരണമുണ്ട് സർ. പിരിച്ചു വിടുന്നതിന് മുമ്പ് നാരായണൻ എന്നോട് 10,000 രൂപ കടം ചോദിച്ചു. ഞാൻ കൊടുത്തില്ല. എങ്കിൽ ശിവപുരം ബംഗ്ലാവിൽ നടക്കുന്ന കഥകൾ മാലോകരെ അറിയിക്കുമെന്ന് അവൻ എന്നെ ഭീഷണിപ്പെടുത്തി. ഞാൻ ആ ഭീഷണിക്ക് വഴങ്ങിയില്ല. അവനെ പുറത്താക്കുക തന്നെ ചെയ്തു. അതിന്റെ വാശി തീർക്കാനാ ഇവിടെ അവൻ. ഓക്കെ. അപ്പൊ കല്യാണിയും ദേവയാനിയും മങ്കമ്മയെ സന്ദർശിച്ചു എന്ന് പറയുന്നത് സത്യമാണ്? സത്യമാണ്. അവർ ആൺകുട്ടികളുമായി ചേർന്ന് ചില ഫോട്ടോസ് എടുക്കും, പിന്നെ നീലചിത്രങ്ങളും. അതെ സർ. ഈ ചിത്രങ്ങളൊക്കെ മങ്കമ്മ എന്താ ചെയ്യാറ്? ഫോട്ടോസിന് വലിയ ഡിമാൻഡില്ല സർ. ഏതെങ്കിലും മാഗസീൻകാർ മറ്റോ എടുത്താലായി. എന്നാ വീഡിയോ കാസറ്റിന്റെ കാര്യം അങ്ങനെയല്ല. അതിന് നല്ല ഡിമാൻഡല്ലേ? അതേന്നേ, ചില ഗൾഫ് പാർട്ടീസ് ഒക്കെ മൊത്തമായി അങ്ങ് എടുത്തോണ്ട് പോവും. സത്യം പറയാലോ മങ്കമ്മേ, എനിക്ക് ഇത്തരം ചിത്രങ്ങളോടൊക്കെ വലിയ താല്പര്യ. ഇവരുടെ വീഡിയോ കാസറ്റ് കാണാൻ പറ്റൂ? പിന്നെ അത് മങ്കമ്മേ, വീഡിയോ കാസറ്റ് അത്യാവശ്യ. എമൗണ്ട് അങ്ങ് പറഞ്ഞാൽ മതി, തരാം. സ്റ്റോക്കില്ല സർ. ഒരെണ്ണം പോലും ഇല്ല സർ. വീഡിയോ കാസറ്റിന് നല്ല ഡിമാൻഡ് ആയതുകൊണ്ടായിരിക്കും. അതെ സർ. എന്നാ പോട്ടെ, ഫോട്ടോസിന് ഡിമാൻഡ് ഇല്ലല്ലോ, അതുണ്ടാവോ കയ്യില്? അത് എന്താ, അതും സ്റ്റോക്കില്ലേ? ഇല്ല സർ. വീഡിയോ കാസറ്റും ഫോട്ടോസും സ്റ്റോക്കില്ല. ഓക്കെ, ഫോട്ടോസിന് നെഗറ്റീവ് കയ്യിലുണ്ടാവോ? അതുമില്ലെങ്കിൽ ഇത്തരം ചിത്രം വാങ്ങാൻ വരുന്ന കസ്റ്റമേഴ്സിന്റെ പേര് പറഞ്ഞാൽ മതി, ഞാൻ അവരെ അപ്രോച്ച് ചെയ്തോളാം. പേര് ആരുടെയും പേര് ഞാൻ ഓർക്കുന്നില്ല സർ. പണവുമായി വന്ന് ഫോട്ടോസ് വാങ്ങിപ്പോകുന്ന കസ്റ്റമേഴ്സിനെ മങ്കമ്മയ്ക്ക് ഓർമ്മയില്ല. പിന്നെ ഈ ചിത്രങ്ങൾ കാണാൻ എന്താ ഒരു വഴി? ആ, ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും ഇല്ലാതെ ഇത്തരം പ്രോഡക്റ്റ് ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവോ? ഇല്ല. അവരുടെ പേര് പറഞ്ഞാൽ മതി. പേര് ഓർമ്മയില്ലെങ്കിൽ സ്റ്റുഡിയോയുടെ പേരെങ്കിലും പറഞ്ഞാൽ മതി. അതും ഓർമ്മയില്ല അല്ലേ? യുവർ ഓണർ, ഒരാൾ എപ്പോഴും എല്ലാം ഓർക്കണമെന്നില്ല. അതെ, എനിക്ക് അല്പം ഓർമ്മക്കുറവുള്ള കൂട്ടത്തില. ആണോ? എങ്കിലും നേരത്തെ പറയണ്ടേ. ഓർമ്മക്കുറവുണ്ടെങ്കിൽ നടന്നതൊക്കെ എപ്പോഴെങ്കിലും ഓർക്കുമല്ലോ. ഓർക്കുമ്പോ പ്രതിക്കൂട്ടി നിൽക്കുന്ന ഈ പെൺകുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പാകെ ഹാജരാക്കാൻ പറ്റുമോ? അങ്ങനെ ഹാജരാക്കിയാൽ പ്രതികൾ കുറ്റം ചെയ്തുവെന്ന് ഞങ്ങൾ അംഗീകരിക്കും. കല്യാണിയും ദേവയാനും ശിവപുരം ബംഗ്ലാവിൽ വന്നത് ഓർമ്മയുണ്ട്. അവർ ചിത്രങ്ങൾ എടുത്തത് ഓർമ്മയുണ്ട്. പക്ഷെ ചിത്രങ്ങളെടുത്ത ഫോട്ടോഗ്രാഫറെ ഓർമ്മയില്ല. അതായത് മങ്കമ്മ ചില സന്ദർഭങ്ങളിൽ മനഃപൂർവ്വം മറവി നടിക്കുന്നു. എന്താ, ശരിയല്ലേ?
കോടതി കേസെടുത്തപ്പോ പ്രതിഭാഗം വക്കീൽ വരില്ലാന്ന് കരുതി മങ്കമ്മ മനഃപൂർവ്വം കള്ളങ്ങൾ പറഞ്ഞു. ഇപ്പൊ അത് പ്രൊട്ടക്ട് ചെയ്യാൻ മങ്കമ്മയ്ക്ക് ആവുന്നില്ല. സാധു പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കുന്നതും പോരാ, അവർക്ക് ജയിൽ ശിക്ഷ കൂടി വാങ്ങിക്കൊടുക്കുകയാണല്ലേ? പൈക്കോ. യുവർ ഓണർ, ഇവിടെ നിന്ന് എന്റെ കക്ഷികൾക്കെതിരെ സാക്ഷിമൊഴി നൽകിയ ശിവനും മങ്കമ്മയും മാത്യൂസും പറഞ്ഞതൊക്കെ കെട്ടുകഥകളാണ്. കോടതിയെപ്പോലും ലജ്ജിപ്പിക്കുന്ന കെട്ടുകഥകൾ. ഇത്തരം തെറ്റായ മൊഴികൾ നൽകി കോടതിയെയും സമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കുന്ന ഇവർക്ക് ശിക്ഷ നൽകുന്നതോടൊപ്പം എന്റെ കക്ഷികളുടെ നിരപരാധിത്വം മനസ്സിലാക്കി അവരെ കുറ്റവിമുക്തരാക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുകയാണ്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. Re-examination of the witnesses. No, Your Honor.